മക്കളെ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വന്തം പ്രവൃത്തിയിലെ നേര്. രണ്ട്, ഗുരുത്വം. ഇത് രണ്ടും ഇല്ലാണ്ടായാല് ജീവിതം കയ്യിൽ നിന്ന് പോകും. അതെത്ര ഉയരത്തിൽ നിന്നായാലും. കലയ്ക്കുമോളെ ചമ്മിപ്പോയി. പ്രിയമുള്ളവരെ, വടംവലി മത്സരത്തിൽ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ നയിക്കുന്നത് ക്യാപ്റ്റൻ സ്വാതി നീൽ മഹേഷ് ആണ്. സ്വാതിയും ടീം അംഗങ്ങളും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ നിങ്ങൾ തന്നെ ജയിക്കണം. കൂടെ പിടിച്ചോണേ. ശരി, ഓക്കേ. ഗുഡ് ലക്ക്. അല്ല മോളെ, നിങ്ങൾ എന്താ വടംവലി മത്സരത്തിൽ ചേരാഞ്ഞത്? സ്വാതി ഇതിലെങ്കിലും തോൽപ്പിച്ചുകൂടായിരുന്നോ? അയ്യോ അമ്മ, അത് പറ്റില്ല. ഈ പൂക്കളിടുന്ന പോലെ അല്ല വടംവലി. അതെ, ശരീരം അനങ്ങുന്ന പണിയാ. നമുക്കത് പറ്റത്തില്ല. അതൊക്കെ അവളെ പോലുള്ള ആനക്കുട്ടികൾക്ക് മാത്രമേ പറ്റൂ. അപ്പൊ എതിർ ടീം ആരാ? സ്വാതിയുടെ ടീമിനെതിരെ മത്സരിക്കുന്നത് ടീം വിക്ടറിയാ. ഇതാ കടന്നു വരുന്നു ടീം വിക്ടറി. മോളെ, വിട്ടുകൊടുക്കരുത്. ഇല്ലച്ചാ, തോൽക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. പിന്നെ 6 പേരേ ഉള്ളല്ലോ, ഒരാളോടെ വേണ്ടേ? ആരവരുടെ ക്യാപ്റ്റൻ? ടീം വിക്ടറിയുടെ ക്യാപ്റ്റൻ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മത്സരം കൃത്യം 7:30 ആരംഭിക്കുന്നതാണ്. അതെ, പറഞ്ഞ പോലെ ആരാ നമ്മുടെ ക്യാപ്റ്റൻ? ദേ നോക്ക്, അതാ നമ്മുടെ ക്യാപ്റ്റൻ. വേദ, വേദ. ആരാ? എടി, ഗിരിയുടെ പഴയ ഭാര്യ വേദ. ആകാംക്ഷയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് അതാ ടീം വിക്ടറിയുടെ ക്യാപ്റ്റൻ വന്നെത്തിയിരിക്കുന്നു. ക്യാപ്റ്റൻ വേദ അതാ കടന്നു വരുന്നു. സുഖല്ലേ അച്ഛാ? അച്ഛൻ എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. എന്നാലും ഈ മത്സരത്തിൽ ജയിക്കാൻ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. മിണ്ടി പോരുത് നീ. എന്റെ മാലതിയുടെ ജീവൻ എടുത്തവളാ നീ. അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ അച്ഛാ? അത് മാത്രമല്ല, അതിലറിയാത്ത കഥകൾ പലതും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതറിയുമ്പോ ഞെട്ടരുത്.
സ്വാതി, നമ്മൾ തമ്മിലുള്ള മത്സരത്തിന്റെ റീ എൻട്രി ആണിത്. അപ്രതീക്ഷിതമായി എന്നെ കണ്ടപ്പോ നീയൊന്ന് ഞെട്ടി അല്ലേടി? ഈ വേദ അങ്ങനെയാ, ഓരോ വരവും ഞെട്ടിച്ചുകൊണ്ടായിരിക്കും. തുടങ്ങാം മത്സരം. ഓൾ ദി ബെസ്റ്റ്. പറയടി, ഞങ്ങൾക്കൊരു ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ആ, അത് കലക്കി. നീ ബോംബ് വെച്ചിട്ടും ദൈവം എന്നെ രക്ഷിച്ചു. എന്നെ തോൽപ്പിക്കാൻ ഈ ജന്മം നിനക്ക് കഴിയില്ല. കാണാം നമുക്ക്. മോളെ, മരിക്കേണ്ടി വന്നാലും വിട്ടുകൊടുക്കരുത്. അവക്ക് മുമ്പിൽ തോക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. വടംവലി മത്സരം ഇത് ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യ റൗണ്ട് വടംവലി മത്സരത്തിൽ വേദ ക്യാപ്റ്റനായ വിക്ടറി ടീം അതാ വിജയിച്ചിരിക്കുകയാണ്. ആവേശകരമായ രണ്ടാം റൗണ്ട് വടംവലി മത്സരം ഇത് ആരംഭിക്കാൻ പോവുകയാണ്. പിടിക്കോളെ.
പിടിച്ചോ പിടിച്ചോ പോട്ടെ വരട്ടെ വരട്ടെ പിടിക്കുമോളെ വിട്ടുകൊടുക്കില്ലേ പോട്ടെ രണ്ടാം റൗണ്ട് മത്സരം പൂർത്തിയായപ്പോൾ സ്വാതി നീൽ മഹേഷിന്റെ ടീം വിജയിച്ചതിനാൽ മത്സരം ടൈ ആയിരിക്കുകയാണ്. ആവേശകരമായ അവസാന റൗണ്ട് വടംവലി മത്സരം ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ആവേശത്തോടെ വീറും വാശിയും നിറഞ്ഞ മത്സരം പുരോഗമിക്കുന്നു. സ്വാതിയും വേദയും ക്യാപ്റ്റന്മാരായിരുന്ന ഈ വടംവലി മത്സരം ആര് ജയിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. വിജയം ആർക്കൊപ്പമാവും? ഇതാ മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. വിട്ടുകൊടുക്കല്ലേ പോട്ടെ ആനി പിടിച്ചോ ആനി പിടിക്ക് വിട്ടുകൊടുക്കല്ലേ പിടിക്ക് തോറ്റ് തൊപ്പിയിട്ടില്ലേ താങ്ക് യു അവസാന റൗണ്ട് മത്സരവും വിജയിച്ച് സ്വാതി നീൽ മഹേഷിന്റെ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. വടംവലി മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനത്തോടുകൂടി വൈലോപ്പള്ളി റെസിഡൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ സമാപിക്കുകയാണ്. കാണുന്നില്ലല്ലോ അച്ഛാ. നാണക്കേടുകൊണ്ട് അവള് മുങ്ങിക്കാണും മോളെ. ഏതായാലും നമുക്കിത് ആഘോഷിക്കേണ്ട ദിവസാ. നിങ്ങൾ അടിച്ചു പൊളിക്ക്. ഈ വേദ അങ്ങനെയാ, ഓരോ വരവും ഞെട്ടിച്ചുകൊണ്ടായിരിക്കും. എന്റെ മാലതിയുടെ ജീവൻ എടുത്തവളാ നീ. അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ അച്ഛാ. അത് മാത്രമല്ല, അതിലറിയാത്ത കഥകൾ പലതും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതറിയുമ്പോ ഞെട്ടരുത്. മോളെന്തിനാ കാല് വയ്യാതെ ഇതൊക്കെ എടുക്കാൻ പോയത്? സാരമില്ല, അച്ഛൻ കഴിക്കേ. കാലുളിക്കിയ കാര്യം മോള് നീലിനോട് പറഞ്ഞോ? ഇല്ല അച്ഛാ. അതെന്താ പറയായിരുന്നില്ലേ? പേടിച്ചിട്ടാ ഞാൻ പറയാതിരുന്നത്. വടംവലിക്ക് ചേരുന്നത് തന്നെ ഏട്ടൻ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാ. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? എനിക്ക് മനസ്സിലായി, വേദയുടെ വരവ് അച്ഛനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? മോള് പറയരുതെന്ന് നിർബന്ധിച്ചോണ്ടാ വേദയുടെ വരവ് ഗിരിയോട് നീലിനോടും പറയാതിരുന്നത്. പക്ഷേ അവരോടത് പറയണ്ടേ മോളെ?
ഇല്ലെങ്കിൽ പിന്നെ നാളെ നമ്മളത് മറച്ചു വെച്ചു എന്ന് പറയില്ലേ? അത് സാരമില്ല അച്ഛാ. നമ്മളെ ഒന്ന് ഞെട്ടിക്കാൻ തയ്യാറായി തന്നെയാ അവള് വന്നത്. അവളെ ആദ്യം കണ്ടപ്പോ മോളൊന്ന് പതറി അല്ലേ? വടംവലി മത്സരത്തിനിടയിൽ അവള് വന്നതിന്റെ പിന്നില് എന്തോ ഒരു ഗൂഢമായ ലക്ഷ്യമുണ്ട്. ജയിലിൽ നിന്ന് പരോളിലിറങ്ങി മുങ്ങിയവളാ വേദ. പക്ഷേ അവളിത്ര പരസ്യമായിട്ട് മുന്നിൽ വന്നിട്ടും പോലീസ് അത് അറിഞ്ഞിട്ടില്ല. അതിനർത്ഥം അവളെ സഹായിക്കാനും രക്ഷിക്കാനും ആരൊക്കെ ഉണ്ടെന്നല്ലേ? തീർച്ചയായും അവളുടെ ലക്ഷ്യം ഈ വീടും ഇവിടെ ഉള്ളവരും തന്നെയാ. പ്രത്യേകിച്ച് നീയാണല്ലോ അവളെ ജയിലിലാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ നിന്നെ ഇല്ലാതാക്കുകയായിരിക്കും അവളുടെ ലക്ഷ്യം. കേക്കിനുള്ളിൽ ബോംബ് വെച്ചത് എന്നെ മാത്രം ലക്ഷ്യം വെച്ചിട്ടായിരിക്കില്ലല്ലോ അച്ഛാ. ഈ വീട്ടിലുള്ള ആരെങ്കിലും 1-2 പേർ തീരണം. അതായിരുന്നു അവളുടെ ആഗ്രഹം. അക്കൂട്ടത്തിൽ അവളുടെ പ്രത്യേക ശത്രുവായ ഞാനുണ്ടെങ്കിൽ ഇരട്ടി സന്തോഷം. അതിനെന്താ സംശയം? രണ്ടുപേരും കൂടെ വേദയെ കണ്ട് ഭയന്ന് പനി പിടിച്ചു നിൽക്കുവാൻ തോന്നുന്നു. അതെ, അവളെ ഭയക്കണം. നിന്റെ വല്യമ്മയുടെ ജീവൻ എടുത്തവളാ വേദ. ഇപ്പൊ വീണ്ടും നമ്മുടെ വീടിന് ലക്ഷ്യം വെച്ച് തന്നെയാ അവളുടെ വരവ്. നമ്മുടെ വീട്ടിലെന്ന് മുഴുവനായിട്ട് പറയണ്ട. ഇവളെ മാത്രമായിരിക്കും വേദ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും പകരം ചോദിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കാനുള്ളതാണോ ഇവളുടെ ജീവൻ? അത് സ്വാധീനമല്ല. നീ ആയാലും നന്ദിനി ആയാലും ഈ വീട്ടിലെ ആരായാലും എനിക്ക് ഒരുപോലെയാ. നിങ്ങളുടെ ആരുടെയും ദേഹത്ത് ഒരു പോറല് പോലും ഏൽക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ഓരോന്നൊക്കെ ചെയ്തു കൂട്ടും ആലോചിക്കണമായിരുന്നു. എപ്പോഴെങ്കിലും അതൊക്കെ തിരിച്ചു കിട്ടുമെന്ന്. നീ ആരുടെ പക്ഷത്താ? ഈ വീടിന്റെ പക്ഷത്തോ അതോ വേദയുടെ ഒപ്പോ? മോളെ ഗൗരി, നിന്നെയും ഗിരിയെയും സ്വന്തം മാറിലെ ചൂട് തന്ന് വളർത്തിയവളുടെ ജീവനെടുത്തവൾക്ക് വേണ്ടിയിട്ടാണോ നീ ഇപ്പോ ഞങ്ങളോട് എതിർത്ത് സംസാരിക്കുന്നത്? ഈ വീടിനോടും ഇവളോടും ഇത്രയ്ക്ക് ശത്രുത തോന്നാൻ മാത്രം നിനക്കിത് എന്തു പറ്റി? സ്വന്തം മാറിലെ ചൂട് തന്ന് വളർത്തിയ പോച്ചമ്മയുടെ സ്നേഹത്തെ ഞാൻ തള്ളി പറഞ്ഞതൊന്നുമല്ല. പക്ഷേ അതിനു മുമ്പേ എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നില്ലേ? എന്നെ ഗിരി 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഞങ്ങളുടെ അമ്മ. ആ അമ്മയച്ഛനും എവിടെ പോയി? അതൊന്ന് പറഞ്ഞുതരോ വല്യച്ഛൻ? പറ്റില്ലല്ലേ? മോളെ, അത് ഞാനിപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ. പക്ഷേ എനിക്കതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ വല്യച്ഛ. ഒരിക്കലും. അവൾ എന്തൊക്കെയായി പറഞ്ഞിട്ട് പോയത്? അവളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടച്ചാ. അവളുടെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം എന്റെ കയ്യിലുണ്ട്. പക്ഷേ അതൊന്നും അവളെ അറിയിക്കാൻ എനിക്കിഷ്ടമല്ല. അത് പോട്ടെ. മോള് പറയുന്ന പോലെ വേദയുടെ കാര്യം തൽക്കാലം നീലിനോടും ഗിരിയോടും പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഗൗരിയോ നന്ദിനിയോ പറയൂന്ന് എനിക്ക് സംശയമുണ്ടച്ചാ. സാരമില്ല. ജീവൻ തന്ന തമ്പുരാന് ജീവിതം തരാനും അറിയാം. ജീവൻ എടുക്കാൻ വരുന്നവരെ എതിർക്കാനുള്ള ശക്തിയും ആ തമ്പുരാൻ തന്നെ തരും. മോള് ചെല്ല്. അച്ഛൻ കുറച്ചേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ.
സ്വാതി, തനിക്ക് എന്തു പറ്റി? വല്ലാതെ മുടന്നുണ്ടല്ലോ. ഏട്ടൻ മിണ്ടല്ലേ, കാലിന് നല്ല വേദന. ആരും അറിയാതിരിക്കാൻ ഞാൻ വേദന കടിച്ചു പിടിച്ച് നടക്കുവാ.